ഫേസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ ഷിജു ആൻഡ് ശാലിനി. ദൈവം അവർക്ക് നല്ലൊരു ടെസ്റ്റിമണി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ദൈവം നല്ലൊരു സ്റ്റോറിയാണ് കൊടുക്കുന്നത്. വെൻ ദീസ് ലൈഫ്സ് കം ടുഗെദർ ഇറ്റ് ബിക്കംസ് വെരി പവർഫുൾ. ഇന്ന് നമുക്ക് ഇവരുടെ ടെസ്റ്റിമണി കേൾക്കാനായിട്ട് പോവുകയാണ്. ദൈവം അവർക്ക് 3 കുഞ്ഞുങ്ങളെ കൊടുത്തിരിക്കുന്നത്. അവർ ബേസിക്കലി മിച്ചിഗൻ USA നാട്ടിലെ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ടുവേർഡ്സ് ദം. സോ ലെറ്റ്സ് ഹിയർ എ വണ്ടർഫുൾ ടെസ്റ്റിമണി ഫ്രം ദം. നിങ്ങൾ മീൻസ് കർത്താവിലേക്ക് വരാനുള്ള കാരണം, അല്ലെങ്കിൽ എങ്ങനെ കർത്താവിലേക്ക് വരുന്നത്, ആ ഒരു സ്റ്റോറി ഒന്ന് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ ഒരു ജ്ഞാനായ യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന 3 മക്കളിൽ മൂത്ത മകളാണ്. അപ്പം ആ സമുദായത്തിൻ്റേതായിട്ടുള്ള എല്ലാ ഭക്തിയിലും ഇതിലാണ് വളർന്നു വന്നത്. എന്നാൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ എനിക്ക് കാരണമായത് 11 വയസ്സിൽ ഞാൻ പങ്കെടുത്ത ഒരു VBS ആണ്. അവിടെ വെച്ച് അമ്മയുടെ അമ്മ പങ്കെടുപ്പിച്ച ഒരു CSI വിഭാഗത്തിൽ നിന്ന് നടന്ന ഒരു VBSൽ വെച്ച് അവിടുത്തെ കഥകൾ കേട്ട് ഇൻസ്പയറായാണ് ഞാൻ ആദ്യമായിട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. എന്നാൽ അതിൻ്റെ ആഴങ്ങളോ അത് തുടർന്ന് പിന്നെ എങ്ങനെ പോകണമെന്നോ എനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ പേരൻസോ നല്ല സ്പിരിച്വലായിട്ടുള്ള പേരൻസ്, അവർക്കറിയാവുന്ന രീതിയിൽ അവർ സ്പിരിച്വലായിരുന്നു. അപ്പം അങ്ങനെ പള്ളിയുടെ ഇതിൽ എല്ലാ കാര്യങ്ങളിലും പോയിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഒരു വഴി തിരിച്ചുവിട്ട അനുഭവം എൻ്റെ 19ാമത്തെ വയസ്സിൽ ഹോട്ട്കിൻസ് ലിംഫോമ എന്ന് പറയുന്ന ലിംഫ് നോഡിന് വരുന്ന ക്യാൻസർ എനിക്ക് ബാധിച്ചു. അങ്ങനെ അവിടെ ട്രീറ്റ്മെൻറ്റിന് തിരുവനന്തപുരത്ത് ട്രീറ്റ്മെൻറ്റിലായിരിക്കുമ്പോൾ യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരത്തിൽ കൂടെയാണ് എൻ്റെ ജീവിതത്തെ വീണ്ടും സമർപ്പിക്കുകയും കർത്താവിനെ പൂർണ്ണമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് കർത്താവിനെ സഹായിക്കുകയും ചെയ്തത്. അപ്പം അങ്ങനെയാണ് ഷോർട്ടായിട്ട് ഞാൻ പറയുമ്പോൾ എൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്കും കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീണ്ടും ജനിച്ച അനുഭവത്തിലേക്ക് തുടർന്ന് വരുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചത് എൻ്റെ 19ാമത്തെ വയസ്സിലാണ്. അപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അപ്പ, അമ്മ, ഞങ്ങൾ 3 പെൺമക്കളാണ്. അപ്പം ഞാനാണ് വീട്ടിലെ മൂത്ത മക്കൾ. പപ്പയ്ക്ക് ആ സമയത്ത് ജോലിയൊക്കെ? അപ്പായും അമ്മയ്ക്കും കുമ്പനാട്ട് അവർക്ക് കടയാണ്, ബിസിനസ്സാണ്. അപ്പോൾ എനിക്ക് അസുഖം വരുന്ന സമയത്ത് അവർക്ക് ബിസിനസ്സാണ്, അവരിപ്പോഴും കുമ്പനാട്ട് കട നടത്തുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ സ്റ്റാർട്ടിങ് ഈ അസുഖം തുടങ്ങുമ്പോൾ ആ ഒരു സ്റ്റേജ് ഒന്ന് പറയാമോ? ഹൗ യു ഫേസ്ഡ്, ഹൗ ദ പേരൻസ് ഫേസ്ഡ് ആൻഡ് വാട്ട് വാസ് ദ ഇഷ്യൂസ് യു ഫേസ്ഡ് ഡ്യൂറിങ് വെൻ യു ആ ഒരു അസുഖം വന്ന സമയത്ത്? ഓക്കെ, അപ്പം എനിക്ക് അസുഖം വരുന്ന സമയത്ത് ആക്ച്വലി ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് സെമസ്റ്ററിന് പഠിക്കുന്ന സമയത്താണ് മുഖത്ത് കണ്ടിന്യൂസ് ആയിട്ട് നീര് വരുന്നത് തുടർന്ന് പല ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചു. അപ്പം ചിലർ പറഞ്ഞു മുണ്ടുനീര്, അപ്പോൾ അതിന് മെഡിസിൻ തന്നപ്പോൾ അത് മാറി. പിന്നെ എനിക്ക് ഇടയ്ക്ക് പല പ്രാവശ്യമായിട്ട് പനി വരും, ഇൻഫെക്ഷൻ വരും. അപ്പോൾ എല്ലായിടത്തും കൊണ്ട് കാണിക്കും, അവർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആൻറ്റിബയോട്ടിക് തരും, അങ്ങനെ മാറും. അങ്ങനെ ഒരു 1.5 വർഷത്തോളം ഏകദേശം. ഇപ്പോൾ ആദ്യം ഇതിൻ്റെ സിംറ്റംസ് തുടങ്ങിയത് ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് അവർ പറഞ്ഞു മുണ്ടുനീരിൻ്റെ കറക്റ്റ് സിംറ്റം ആയിരുന്നു. നമുക്ക് ആ സമയത്ത് നാട്ടിൽ മുണ്ടുനീര് വരുന്ന ആ ഒരു വറവിൻ്റെ സമയത്ത് മുണ്ടുനീരിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, ആ സമയത്ത് തന്നെ എനിക്കത് വന്നത്. ഡോക്ടർ മെഡിസിൻ തന്ന് ഡോക്ടർ പറഞ്ഞത് മാറിയില്ലെങ്കിൽ തിരിച്ചു വരാൻ പറഞ്ഞു. പക്ഷേ ആ മെഡിസിൻ തന്നു കഴിഞ്ഞപ്പം തന്നെ അത് മാറുകയും ചെയ്തു. അപ്പോൾ അതാണെന്ന് വിചാരിച്ചു. പിന്നീട് ഇതുപോലെ ഇങ്ങനെ വരികയും അങ്ങനെ 1.5 വർഷം പല ഡോക്ടേഴ്സിൻ്റെ അടുക്ക കൊണ്ടുപോയിട്ട് അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവർ മെഡിസിൻ തരുന്നുണ്ട്. അപ്പം അവർ ബ്ലഡ് വർക്ക് നോക്കുമ്പം ഇങ്ങനെ ESR ഒത്തിരി ഹൈ ആണ്, ഈ മുഖത്തെ നീര് മാറുന്നില്ല, പനി വരുന്നു, വേറെ ഓരോ ഇൻഫെക്ഷൻസിൻ്റെ സിംറ്റംസ് പോലെ കാണിക്കുന്നു. അപ്പോൾ അവരതിന് മെഡിസിൻ തരുമ്പോൾ ആ ഇൻഫെക്ഷൻ മാറും, പക്ഷേ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല. അപ്പം അന്നൊന്നും നമുക്ക് ഇന്നുള്ളതുപോലെ ക്യാൻസർ വളരെ എല്ലാവർക്കും പലർക്കും നമ്മൾ കേൾക്കുന്നിടത്ത് ക്യാൻസർ ഉള്ള ഒരു സമയമല്ല. എനിക്ക് 2001 ക്യാൻസർ വരുന്നത്. അപ്പം ആ സമയത്ത് അങ്ങനെ നമ്മളങ്ങനെ അത്രയും 18 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സ് തുടങ്ങുന്ന ഒരു കുട്ടിക്ക് ക്യാൻസർ വരുന്ന നമുക്ക് കേൾവിയില്ലാത്ത സമയമാണ്. അപ്പം ഡോക്ടർമാരും അത്രയേറെ ചിന്തിച്ചില്ല. അങ്ങനെ അവസാനം പിന്നെ അങ്ങ് വല്ലാതെ കൂടി മുഖമെല്ലാം നീര് വെച്ച് ഞാൻ ഒത്തിരി സിക്കായപ്പം
മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ഹോർമോൺസിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ ഇനിയും, അങ്ങനെ പറഞ്ഞ് അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുക്കാൻ പറഞ്ഞപ്പം ചെസ്റ്റിനകത്തെ ഗ്ലാൻഡ് വലിയ ബലൂൺ പോലെ വീർത്ത് അടുത്ത ഒരു ഗ്ലാൻഡും ഇങ്ങനെ വീർത്ത് അത് ഇൻഫ്ലമേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ടെക്നീഷ്യൻ തന്നെ എൻ്റെ ഫാദറിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, മോൾക്ക് എന്തോ കാര്യമായ ഇഷ്യൂ ഉണ്ട്, നിങ്ങൾക്ക് മോളെ വേണമെങ്കിൽ എളുപ്പം എവിടെയെങ്കിലും കൊണ്ടുപോകണം. അപ്പം ഡോക്ടർ അവിടുന്ന് ഡോക്ടർ റെഫർ ചെയ്തിട്ട് പറഞ്ഞു, കുഞ്ഞിന് ഒന്നെങ്കിൽ ട്യൂബർകുലോസിസ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ്, ഇതിൽ ഏതെങ്കിലും ഒന്നാണ്, അപ്പം നിങ്ങൾ എളുപ്പം എവിടെയെങ്കിലും പൊക്കോ. അതാണ് സിംറ്റംസിൻ്റെ സ്റ്റാർട്ടിങ്. അങ്ങനെയാണ് അതിനുശേഷം നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ട്രിവാൻഡ്രത്തുണ്ട്, അങ്കിള് മുഖാന്തരമാണ് ഞങ്ങൾ RCC റീജിയണൽ ക്യാൻസർ സെൻറ്ററിലേക്ക് പോകുന്നത്. ഡോക്ടർ ഗംഗാധരനായിരുന്നു എൻ്റെ ഡോക്ടർ. അപ്പം അവിടെ ചെന്ന് ഡോക്ടറിൻ്റെ വീട്ടിൽ ചെന്നാണ് കാണുന്നത്. അന്ന് കാണുമ്പോഴൊന്നും എനിക്ക് ഇത് ഇങ്ങനെ അസുഖമാണെന്നൊന്നും അറിയത്തില്ല. കാരണം ഡോക്ടർ VP ഗംഗാധരൻ്റെ അന്നത്തെ ട്രിവാൻഡ്രത്തെ വീട്ടിൽ അവർ രണ്ടുപേരും ഡോക്ടേഴ്സ് ആണെങ്കിലും ഡോക്ടർ എന്ന് എഴുതിയതല്ലാതെ അവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്നൊന്നും ബോർഡ് വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെല്ലുമ്പം എന്താണ് അസുഖമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടർ ഇങ്ങനെ നോക്കി, മൺഡേ ഡോക്ടർ ട്രാവൽ ചെയ്യാണ്. പെട്ടെന്ന് ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മൺഡേ നമുക്ക് ബയോപ്സി ചെയ്യാം, അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ആക്കിയിട്ടു. അപ്പോൾ അതൊന്നും എന്നോട് പറയുന്നില്ല. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ തന്നെ ഡോക്ടർ പറഞ്ഞു ലിംഫോമയാണ്, ഏത് ലിംഫോമ ആണെന്ന് കണ്ടുപിടിക്കണം, ഹോട്ട്കിൻസ് ഉണ്ട്, നോൺ ഹോട്ട്കിൻസ് ഉണ്ട്, സ്റ്റേജും കണ്ടുപിടിക്കണം. അങ്ങനെ പിന്നെ ആ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞ് പിന്നെ മൺഡേ ബയോപ്സി ചെയ്തു. പിന്നെ എല്ലാം പെട്ടെന്നാണ്. അപ്പം എനിക്ക് ഹോട്ട്കിൻസ് ലിംഫോമ സ്റ്റേജ് 3 ആയിരുന്നു. അങ്ങനെ സ്റ്റേജ് 3 ആയിരുന്നു. അങ്ങനെ അവിടെ വെച്ച് ബയോപ്സി ചെയ്തു. അങ്ങനെ കൊണ്ടുപോയി. എൻ്റെ പേരൻസ് ഒന്നും പറഞ്ഞില്ല, അവരാരും എന്നോടൊന്നും പറഞ്ഞില്ല. കാരണം ഞങ്ങൾ എങ്ങനെ അത് എടുക്കുമെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. പക്ഷേ അപ്പായും അമ്മയും പിന്നെ പറയുകയുണ്ടായി, അന്ന് ഡോക്ടർ പറഞ്ഞിട്ട് അന്ന് ചോറ് വെച്ചിട്ട് അതുപോലെ ആ ചോറ് എടുത്ത് കളഞ്ഞു കഴിക്കാതെ. അങ്ങനെ അവർക്ക് അനേക ദിവസങ്ങളുണ്ടായിരുന്നു. കാരണം വീട്ടിലെ മൂത്ത മകൾ, അവർക്ക് ഒരുപാട് പ്രതീക്ഷകളോടുകൂടെ വളർത്തിക്കൊണ്ട് വന്ന മകൾക്ക് പെട്ടെന്ന് ഇങ്ങനൊരു അസുഖം നമ്മൾ അന്ന് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ അവരതുകൊണ്ട് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടിക്കൂടെ എൻ്റെ മാതാപിതാക്കന്മാർ പോയി. അപ്പായുടെ അമ്മയുടെയൊക്കെ സഹോദര കുടുംബങ്ങൾ പോയി. മക്കളായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്കും അറിയത്തില്ലായിരുന്നു എന്താണെന്നുള്ളത്. പക്ഷേ എൻ്റെ അപ്പായുടെ ഇളയ പെങ്ങൾ കാലിഫോർണിയയിലുണ്ട്. അപ്പം ആൻറ്റിക്ക് റിപ്പോർട്ട് അയക്കാനായിട്ട് ഞാൻ ഈ ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അപ്പം അങ്കിളിൻ്റെ ലാപ്ടോപ്പിൽ ഒരു ദിവസം ഞാൻ എൻ്റെ പേര് വെച്ചൊരു ഫോൾഡർ കണ്ടു. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാനത് തുറന്നു നോക്കിയപ്പം കാലിഫോർണിയയിലുള്ള ആൻറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് അങ്കിള് സേവ് ചെയ്ത് വെച്ചതാണ് എൻ്റെ റിപ്പോർട്ടും ഡോക്ടർ പറഞ്ഞ ഡീറ്റെയിൽസും എല്ലാം. ഞാനത് തുറന്നു നോക്കി വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കിതാണ് അസുഖമെന്ന്. അപ്പം അങ്ങനെ എൻ്റെ അസുഖം എന്താണെന്നറിഞ്ഞ് ട്രീറ്റ്മെൻറ്റിൽ കൂടെ പോയ ഒരാളാണ്. ആദ്യം ഒരു ഞെട്ടലാണ് ഉണ്ടായത്. പക്ഷേ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, മൂത്ത മകളായിരുന്ന ഞാൻ കരഞ്ഞാൽ എൻ്റെ മാതാപിതാക്കന്മാർക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാം ഉള്ളിലൊതുക്കി രാത്രിയാമങ്ങളിൽ അമ്മ ജ്ഞാനായ യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്നാണെങ്കിലും അവർ കൂടുതൽ അമ്മയുടെ വീട്ടുകാർ CSI പള്ളി, അവിടെ CSI പള്ളിയിലാണ് അടുത്തുള്ളത്. അപ്പോൾ അവരവിടെ ആയിരുന്നു പോയിക്കൊണ്ടുനിന്ന്. അപ്പം അതുകൊണ്ട് അമ്മ തന്നെ പ്രാർത്ഥിക്കുകയും, അപ്പം ഞങ്ങളെപ്പോഴും പറയും എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. അങ്ങനെ ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് നമുക്ക് ആകാമെന്ന് അമ്മ എപ്പോഴും എൻകറേജ് ചെയ്തിരുന്നു. അപ്പം അന്ന് പറഞ്ഞു തന്ന ആ പ്രാർത്ഥനയുടെ കാര്യങ്ങളെല്ലാം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് രാത്രിയാമങ്ങളിൽ 1 മണി വരെയും 2 മണി വരെയും ഒക്കെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കറിയാവുന്ന വാക്കുകളിൽ ഒരു പിതാവിനോട് എങ്ങനെ പറയുന്നോ, അപ്പം അന്നൊക്കെ ഞാൻ പറയുമായിരുന്നു, എനിക്ക് വാക്കുകളൊന്നുമില്ലായിരുന്നു, ഞാൻ കരയായിരുന്നു കൂടുതൽ ചെന്ന്. കാരണം ഇതിൻ്റെ ഡയഗ്നോസിസും ഇതിൻ്റെ മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ആയിട്ടുള്ള പാർശ്വഫലങ്ങൾ, അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ്, അതിൻ്റെ വോമിറ്റിങ്, അതിൻ്റെ ആ ഒരു ട്രോമ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അപ്പം ഞാൻ പറയും, ആ പ്രാർത്ഥനയാണ് എന്നെ അതിൽ കൂടെ പോകാനായിട്ട് നിലനിർത്തിയത്. ഓക്കെ. ഇന്നത്തെ തലമുറയെ നാം എടുത്തു നോക്കുമ്പോൾ അവർക്ക് ചെറിയ കാര്യം പോലും ടോളറേറ്റ് ചെയ്യാനോ അഭിമുഖീകരിക്കാനോ കഴിയാത്ത, പരീക്ഷയിൽ ഒരു മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ മാർക്ക് കിട്ടിയില്ല, ആ ഒരു ചെറിയ കാരണത്താൽ, അല്ലെങ്കിൽ വീട്ടിൽ ചോദിച്ചപ്പം പേരൻസ് സമ്മതിച്ചില്ല, ആ ഒരു ചെറിയ കാരണത്താൽ തന്നെ ആത്മഹത്യ ചെയ്യുകയും ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി
യുനോ വളരെ ടെർമിനലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന ഒരു തലമുറയാണ് നാം കാണുന്നത്. കാര്യം അവർക്ക് ചെറിയ കാര്യം പോലും അവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അതൊരു നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു തലമുറയിൽ നാം കാണുന്നത്. അത് നമ്മളെങ്ങനെ ഒരു നമുക്കെപ്പോഴും പ്രാർത്ഥനയും അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ആ ഒരു ബന്ധം അത് ചെറുപ്പത്തിൽ തന്നെ പിള്ളേരുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ അത് ഇൻസ്റ്റിൽ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ മേൽ അത് പ്രചോദനമായി കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്ക് ആ ഒരു ധൈര്യവും പ്രതികൂലത്വം വരുമ്പോൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനും അതിനെ ഓവർകം ചെയ്യാനും ഉള്ള ഒരു മനോധൈര്യം കുഞ്ഞുങ്ങൾക്ക് നാം പകർന്നു കൊടുക്കേണ്ട വളരെ അത്യാവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. അത് ശരിയാണ്. പലപ്പോഴും നമ്മുടെ വീട്ടിലാണെങ്കിലും കുഞ്ഞുങ്ങൾ വരുമ്പോൾ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ അവർക്കത് ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. അതെ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു, ഇപ്പോഴാണ് നമുക്ക് ഫോണും മെസ്സേജും വാട്സപ്പും എല്ലാം ഉണ്ട്. ഇപ്പം പണ്ടത്തെ കാലം നോക്കിക്കഴിഞ്ഞാൽ ഒരാളിപ്പോൾ ഇവിടുന്ന് ദൂരെ ഒരു സ്ഥലത്തോട്ട് പോവുക, എത്ര ദിവസം കഴിഞ്ഞായിരിക്കും നമ്മൾ തന്നെ അറിയുന്നത് അല്ലേ? ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ പോകണമെങ്കിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞ് നമ്മൾ അറിയത്തുള്ളൂ അവിടെ എത്തിയത്. എന്നാൽ അതിനെ നമുക്കൊരു അതിനെ പോസിറ്റീവായിട്ട് ഇപ്പം ഒരു മണിക്കൂറിനുള്ളൊരു മെസ്സേജ് വന്നിൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്തോ നെഗറ്റീവ് തോട്ട്സ് ആണ്. പക്ഷേ മറ്റേന്ന് പറഞ്ഞൊരു ശുഭപ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ അവിടെ എത്തിച്ചേരും. പക്ഷേ ഇവിടെ നമുക്ക് 1 മണിക്കൂർ പോലും മെസ്സേജ് ഇല്ലെങ്കിൽ നമുക്ക് ഭയം നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു തലമുറയാണ്. അപ്പം അത് നമ്മുടെ പ്രാർത്ഥനയിലും ദൈവമായിട്ടുള്ള ആ തലമുറയിലേക്ക് പകർന്നു കൊടുത്ത് ആ ഒരു മനോധൈര്യം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അപ്പം നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ മാരേജ് അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? മാരേജ്, യു നോ ദാറ്റ് ഷീ വാസ് ഇൻ ട്രീറ്റ്മെൻറ്റ്. ഞങ്ങളൊരു പള്ളിയിലാണ്, ഞങ്ങൾ ഒരുമിച്ച് ഒരു പള്ളിയിൽ വളർന്നു വന്ന ഞങ്ങളുടെ അമ്മമാർ തമ്മിൽ 3 തലമുറയിൽ മുമ്പ് അവർ സെയിം ഫാമിലിയിലാണ് ഉള്ളതാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് വളർന്നു വന്നു. ആ സമയത്താണ് വളർന്നു വന്ന് ഞങ്ങളൊരു സൺഡേ സ്കൂളിൽ പഠിച്ചു. അങ്ങനെ തമ്മിൽ അറിയാമായിരുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്ന് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഞാൻ വിശ്വാസത്തിലോട്ട് വരുന്നത്. ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളുടെ 5 മക്കളിൽ ഏറ്റവും ഇളയ മകനായി ജനിച്ചു. എൻ്റെ ഫാദറിന് 52 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അപ്പം അങ്ങനെ വളരെ കുഞ്ഞെന്നാണ് നാട്ടിലും വീട്ടിലുമൊക്കെ ഞാൻ അറിയപ്പെടുന്നത്. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ വളരുവാൻ ദൈവം ഭാഗ്യം തന്നു. വളരെ സ്നേഹവും വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ ദൈവം തന്നു. വളരെ മാതൃകയുള്ള മാതാപിതാക്കളായിരുന്നു. പള്ളിയിലൊക്കെ ആയിരുന്നെങ്കിലും വളരെ അച്ചടക്കത്തോടെ വളരുവാനും മധുബഹായിൽ ശുശ്രൂഷിക്കാനും ഒക്കെ അന്ന് കഴിഞ്ഞു. എന്നാൽ ദൈവവുമായിട്ടുള്ളൊരു വ്യക്തിപരമായ ബന്ധം എന്താണെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് എൻ്റെ മൂത്ത ബ്രദർ വിശ്വാസത്തിൽ വന്നു. അദ്ദേഹം എന്നോട് സുവിശേഷം പറയുവാനും ക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുവാനും ഇടയായി. ആ ഒരു അനുഭവം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വ്യത്യസ്തമായ രീതിയിലുള്ള ആരാധനയിലേക്കും ദൈവത്തെ പൂർണ്ണമായും ദൈവവചനം അനുസരിക്കാനും വായിക്കാനും അത് മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാനുമുള്ള തീരുമാനമെടുക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. അങ്ങനെ ഞാൻ എൻജിനീയറിങ്ങിന് അപ്പം ഞാൻ പള്ളിയിൽ നിന്ന് മാറി വിശ്വാസത്തിലോട്ട് വന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ശാലിനിക്ക് അസുഖമാണെന്ന് അറിയുവാനും ഒക്കെയുള്ള ഇടയായത്. അപ്പം അന്ന് ഞാൻ ദൈവവചനങ്ങൾ ആ സമയത്ത് ശാലിനി വിശ്വാസത്തിലല്ല, പക്ഷേ ഞാൻ വിശ്വാസത്തിലായപ്പോൾ ദൈവവചനം കൊണ്ട് എൻകറേജ് ചെയ്യാനൊക്കെ ഇടയായി. അങ്ങനെ ഞാൻ എൻ്റെ പഠിത്തം മുന്നോട്ട് പോയി, പഠിത്തം കഴിഞ്ഞ് ഞാൻ ജോലിയായി. അതിനുശേഷം ഒരു സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. എൻ്റെ ജീവിതത്തിലെ എൻ്റെ പാർട്ട്ണറായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഈ വ്യക്തിയാണെന്നുള്ള ഒരു ബോധ്യം ദൈവം എൻ്റെ ഉള്ളിൽ തന്നു. അങ്ങനെ ഞങ്ങൾ ഫാമിലിയുമായിട്ട് സംസാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ മാരേജിലേക്ക് കടന്നു വരുന്നത്. അത് അവളുടെ ജീവിതത്തിലും അങ്ങനൊരു ദൈവം കൊടുത്തൊരു ദർശനം മൂലമാണ്. കാര്യം അത് ശാലിനി തന്നെ പറയും. അപ്പം എൻ്റെ അസുഖം എല്ലാം കഴിഞ്ഞ് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ MBAക്ക് പഠിക്കുന്ന സമയത്താണ് ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു വിവാഹാലോചനയും കൊണ്ട് വരുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അറിയാവുന്ന കുടുംബങ്ങളാണ്. അപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു ദർശനം തന്നു. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ദർശനം, ഞങ്ങൾ രണ്ടുപേരും, എൻ്റെ ഹസ്ബൻഡ് ഒരു വിദേശ രാജ്യത്തെ ഒരു സിറ്റിംഗ് റൂമിൽ,
ഇരിക്കുന്നു. ഇരുന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു വ്യക്തി കൗൺസിലിങ്ങിന് വേണ്ടി പോലെ ഒരു കൗൺസിലിന് വേണ്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിട്ടും അച്ചാച്ചന് അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ വീട്ടിൽ നമ്മൾ വെയർ ചെയ്യുന്ന ഒരു വസ്ത്രത്തിൽ ഒരു കാഷ്വൽ ആയിട്ടുള്ള വെയറിൽ ഞാൻ കിച്ചണിൽ നിന്ന് കാപ്പിയും കൊണ്ട് വരുന്ന ആയിട്ടിരിക്കുന്നതും ഇദ്ദേഹത്തിന് ആ കാപ്പി കൊടുക്കുകയും ഞാൻ അച്ചാച്ചൻ്റെ അടുക്കൽ വന്നിരിക്കുകയും ഞങ്ങൾ രണ്ടുപേരുടെ ഇദ്ദേഹത്തെ കൗൺസിൽ ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ദർശനം ഞാൻ കണ്ടു. അപ്പം ദൈവാത്മാവ് ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം എംഫസൈസ് ചെയ്ത് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇതാണ് ഞാൻ നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി. അത് മൾട്ടിപ്പിൾ ടൈംസ് എന്നെ കാണിച്ചു. ഞാൻ ചാടി എഴുന്നേറ്റു. അത് നമുക്കങ്ങ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ക്യാൻസർ വന്ന് അപ്പം അച്ചാച്ചൻ്റെ വീട്ടിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തെന്നും പോയെന്നും ഞങ്ങളുടെ വീടുകൾ തമ്മിൽ 2 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഒരേ പള്ളിയിലാണ്. അത് അന്ന് ഇങ്ങനെ 19 വയസ്സുള്ള ഒരാൾക്ക് ക്യാൻസർ വരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശപ്രദേശമുള്ള എല്ലാ മനുഷ്യർക്കും എന്നെ അറിയാം. എനിക്ക് പോലും അറിയാത്തവരെ എന്നെ അറിയാം. പിന്നെ അങ്ങനെയുള്ളപ്പം ഇത്രയും നന്നായിട്ട് അറിയാവുന്ന ഒരു കുടുംബത്തിൽ അവർക്ക് ഞാൻ പോയ ട്രീറ്റ്മെൻറ്റും എല്ലാം അറിയാം. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, ഇത് നടക്കുന്ന കാര്യമല്ല. ഇത് ഒരിക്കലും ഇതിങ്ങനെ എല്ലാം അറിഞ്ഞ് ഒരു വീട്ടിൽ നിന്ന് ഒരിക്കലും ഒരാൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ കല്യാണം കഴിക്കുന്ന സ്ത്രീ പ്രത്യേകിച്ച് എല്ലാം തികഞ്ഞ ഒരു വ്യക്തി ആയിരിക്കണം എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. അങ്ങനൊരു സമൂഹത്തിൽ എല്ലാം അറിഞ്ഞ് സിമ്പതി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഹിതമെന്നറിഞ്ഞ് എന്നെ ഒരാൾ അംഗീകരിക്കത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അപ്പം എനിക്ക് ആ ദർശനം തന്നപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, പിന്നെ അത് തന്നെയല്ല, ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അറിയാം, ആളുകൾ വേറെ കഥകളുണ്ടാക്കും, എനിക്കപ്പം അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഞാനും ദൈവവുമായിട്ടൊരു സംവാദം പ്രാർത്ഥനയിലുണ്ടായി. പക്ഷേ എന്നിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും വീണ്ടും എന്നെ ഈ ദർശനം കാണിച്ചു കൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും ദർശനം കാണിച്ചുകൊണ്ടിരുന്നപ്പം എനിക്കറിയാമായിരുന്നു ദൈവത്തിൽ നിന്ന്. അപ്പം ഞാൻ അവസാനം ദൈവത്തോട് പറഞ്ഞു, ഓക്കെ കർത്താവേ, ഇത് നിൻ്റെ ഹിതമാണെങ്കിൽ ഞാനിത് ആരോടും പറയത്തില്ല. അപ്പം എൻ്റെ മനസ്സിൽ മൊത്തം ഇത് ഇമ്പോസിബിൾ ആണ്, ഇതൊരിക്കലും സംഭവിക്കത്തില്ല എന്ന് തന്നെയാണ് ഞാൻ അന്നും വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് നിൻ്റെ ഹിതമാണെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് ദൈവത്തിൻ്റെ സമയത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒഫീഷ്യലായിട്ടൊരു പ്രൊപ്പോസലുമായിട്ട് വരും. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ അത് നിൻ്റെ ഹിതമാണെന്ന് ഞാനതിനെ വിശ്വസിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ദർശനം കണ്ട് ഏകദേശം 2.5-3 വർഷം കഴിഞ്ഞ് ആർക്കും ഞാൻ ഈ കണ്ട ദർശനം അറിയത്തില്ല, എൻ്റെ പേരൻസിനോ ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ MBAക്ക് പഠിക്കാൻ പോയപ്പോൾ എൻ്റെ അമ്മയോട് മാത്രം ഞാനൊരു വാക്ക് പറഞ്ഞു, ആരെങ്കിലും വിവാഹാലോചനയുമായിട്ട് വരുവാണെങ്കിൽ, കാരണം മാതാപിതാക്കന്മാരെ സംബന്ധിച്ച് എനിക്കൊരു വിവാഹാലോചന വരാൻ ചാൻസ് ഒന്നുമില്ല. അപ്പോൾ ഒരു വിവാഹാലോചന വന്നു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അത് കല്യാണം കഴിപ്പിച്ച് വിടുക ആണ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ, ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു ദർശനം തന്നിട്ടുണ്ട്, അതുകൊണ്ട് കല്യാണം എന്തെങ്കിലും ആലോചിച്ചാൽ എന്നോട് പറയാതെ നിങ്ങൾ വാക്ക് കൊടുക്കരുത്, അത്രയും മാത്രം. അമ്മ അപ്പം എന്നോട് ചോദിച്ചു, നീ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ദൈവാത്മാവ് ഒരു ദർശനം തന്നിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഡിഗ്രി 2nd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇത്. MBA ഞാൻ 3rd സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ചാച്ചൻ ഈ പറഞ്ഞതുപോലെ അച്ചാച്ചനൊരു ദർശനം ദൈവാത്മാവ് അങ്ങനെ ഒരു ഇത് കൊടുത്ത് അച്ചാച്ചൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒഫീഷ്യലി വിവാഹാലോചനയുമായിട്ട് വരുമായിരുന്നു. അപ്പം അന്ന് എനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം 2006. ഞാൻ ഈവൻ MBA പഠിച്ച് കഴിയുന്നതിന് മുമ്പേ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ബാച്ചിൽ വിവാഹം ആദ്യം കഴിഞ്ഞ ആളുകളിൽ ഒരാളാണ് ഞാൻ. വിവാഹം കഴിഞ്ഞ് പിന്നെ ഒരു സെമസ്റ്ററോട് എനിക്ക് ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞാണ് ലാസ്റ്റ് സെമസ്റ്റർ ഫിനിഷ് ചെയ്ത് ഫൈനൽ എക്സാം എഴുതുന്നത്. ഇതിൽ നിന്ന് എനിക്ക് ഇന്നത്തെ ജനറേഷനോട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ അസാധ്യമെന്ന് വിചാരിക്കുന്നതിനെ സാധ്യമാക്കുവാൻ ദൈവത്തിന് സാധിക്കും. പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മൾ ആരെ വിവാഹം കഴിക്കണമെന്നുള്ളത് ദൈവമാണ് തീരുമാനിക്കേണ്ടത്. അത് ദൈവം തീരുമാനിക്കുമ്പോൾ നമ്മൾ അസാധ്യമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല എന്ന് വിചാരിച്ചാലും തക്ക തുണയെ കൊണ്ടുവരാൻ കർത്താവിനെ പറ്റത്തുള്ളൂ. നമുക്ക് പുറമേ ഉള്ളതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോമ്പാറ്റബിൾ ആണെന്ന് നോക്കാം, പക്ഷെ തക്ക തുണയെ
ദൈവത്തിന് മാത്രമേ കൊണ്ടുവരുവാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ യങ്ങർ ജനറേഷനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ക്യാൻസർ വന്നുകൊണ്ട് ഞാനൊരിക്കലും വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. നമ്മൾ ഉറപ്പായിരുന്നു ഒരിക്കലും നടക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് വിവാഹമെന്നൊരു കാര്യം എൻ്റെ ചിന്തയിലേ ഇല്ലായിരുന്നു. എൻ്റെ ചിന്തയിൽ ഒരു കാര്യം മാത്രം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് 2 ഇളയ അനിയത്തിമാരുണ്ട്, ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഞാനൊരു തടസ്സമാകരുത്. പക്ഷേ നമ്മൾ സേവിക്കുന്ന ദൈവമാരാ, അവൻ വിശ്വസ്തനാണ്. കറക്റ്റ് സമയത്ത് എല്ലാവരുടെയും വിവാഹം കഴിയുന്നതിന് മുമ്പേ ഞാൻ എപ്പോഴും പറയും, എൻ്റെ മാതാപിതാക്കന്മാർ എനിക്ക് അസുഖം വന്നില്ലായിരുന്നെങ്കിൽ ആലോചിക്കുന്ന അതേ സ്റ്റാൻഡേർഡിലും അതേ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും അങ്ങനെ തന്നെയുള്ളൊരു കുടുംബത്തിൽ നിന്ന് ശ്രേഷ്ഠകരമായ ഒരു കുടുംബജീവിതത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവമാണ് അതിനെയെല്ലാം സാധ്യമാക്കിയത്. അതെ അതെ, ഈ തലമുറ പലപ്പോഴും എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് മെസ്സേജ്. കർത്താവിന് സമർപ്പിച്ച ദൈവം തക്ക തുണ അതെ ദൈവം നമുക്ക് തരും അല്ലേ? ഓക്കെ. അപ്പൊ ഈ സിസ്റ്റേഴ്സിന്റെ കല്യാണം കഴിയുന്ന മുമ്പ് ശാലിനി സിസ്റ്ററിന്റെ മാരേജ് കഴിഞ്ഞോ അതോ? അതെ, എൻ്റെ കല്യാണം എനിക്ക് 24 വയസ്സുള്ളപ്പോഴേ എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അവരൊക്കെ അന്നേരം പഠിക്കുകയായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പം പേരൻസിന് ഒരിക്കലും എൻ്റെ വിവാഹം കഴിഞ്ഞ് അങ്ങനെ ഒരു ഭാരമില്ലായിരുന്നു. എനിക്കും ദൈവത്തിൻ്റെ ആത്മാവ് ദർശനം തന്നതുകൊണ്ട് അയ്യോ എനിക്ക് ക്യാൻസർ വന്നതാ, ഇനി എന്നെ പകുതിക്ക് വെച്ച് ഇട്ടിച്ചു പോവോ, നമുക്ക് പല രീതിയിൽ ചിന്തിക്കാം അല്ലേ? ആളുകൾ സിമ്പത്തി കൊണ്ട് അയ്യോ പാവം കൊച്ചിതി കൂടെ പോയി, എന്നാൽ നമുക്കങ്ങ് കല്യാണം കഴിച്ചേക്കാം. അത് വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഒരു സിമ്പതിയോ ഒരു പെട്ടെന്നുള്ള ഒരു ഇൻഫാക്ച്വേഷനോ അതെല്ലാം നമുക്ക് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അതിനൊക്കെ മേളിലാണ് നമ്മൾ, കാരണം ജീവിതത്തെ മുഖാമുഖമായി നമ്മൾ കാണുമ്പോൾ നമ്മൾ പോകുന്ന പ്രശ്നങ്ങളിൽ ദൈവം നമ്മൾക്ക് ഒരു തക്ക തുണയെ തിരഞ്ഞെടുത്താൽ മാത്രമേ നമുക്ക് ആ തക്ക തുണയായിട്ട് ആ വ്യക്തിക്ക് നിൽക്കാനൊക്കത്തുള്ളൂ. അല്ലെ മാനസികമായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഓക്കെ ഷാജി ഫസ്റ്റ്, അപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖമുണ്ട്. സോ ഹൗ വാസ് യുവർ മീൻസ് ആ വ്യൂ എങ്ങനെയായിരുന്നു? മീൻസ് സന്തോഷത്തോടെ അല്ലെങ്കിൽ അങ്ങനെ കുറേ ഡൗട്ട്സ് മനസ്സിൽ ഒബ്വിയസ്ലി നമുക്ക് വരുമല്ലോ? ദൈവം എനിക്ക് ആ ഉറപ്പ് മനസ്സിൽ ദൈവം തന്നു. ഇത് എൻ്റെ ഫാദർ എന്നോട് പിന്നെ പറയാൻ, എൻ്റെ ഫാദർ വിശ്വാസത്തിൽ വന്നിട്ടില്ല, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഫാദറിന് അറിയാമായിരുന്നു ശാലിനിയുടെ കാര്യങ്ങളെല്ലാം. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മഹത്തരമായൊരു കാര്യമാണ് ഒരു കുടുംബത്തിൽ. അങ്ങനെ എൻ്റെ ഫാദർ എന്നെ അതിനകത്ത് ആ ഒരു വാക്കുകൾ എനിക്ക് ഭയങ്കര എൻകറേജിങ് ആയിരുന്നു. അപ്പം ദൈവം നമുക്ക് ആ ഒരു വെളിപ്പാടും ദർശനവും തന്നതുകൊണ്ട് നമ്മൾക്ക് കുടുംബജീവിതത്തിൽ എപ്പോഴും പട്ടുമത്തെ അല്ലല്ലോ. പ്രശ്നങ്ങളും നാം പ്രതീക്ഷിക്കാത്ത സമയത്തും തരത്തിലും പ്രശ്നങ്ങൾ വരും. നമുക്കറിയാം, എസ്പെഷ്യലി ഫാമിലിയിൽ ഹസ്ബൻഡും വൈഫിൽ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി ലൈഫിനെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുകയും പലതും ഡിവോഴ്സിൽ പോയിട്ടുണ്ട്. എന്നാൽ ഒരു ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു കുടുംബജീവിതമാണെങ്കിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ അതിനകത്ത് നമുക്ക് ഡൗട്ട് വരത്തില്ല. ഞാനൊരു റൈറ്റ് പേഴ്സണെ ആണോ തിരഞ്ഞെടുത്തത്, എന്താണിതെനിക്ക് സംഭവിച്ചത്, അല്ലെങ്കിൽ എപ്പോഴും ബ്ലെയിം ഗെയിമാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ ഹസ്ബൻഡും വൈഫും ആദ്യം ചെയ്യുന്നത് എന്നറിയോ, നീ കാരണമായത് സംഭവിച്ചത് അല്ലേ, അല്ലാതെ ഞാൻ കാരണം എന്നല്ല. അത് ഏതൻ തോട്ടത്തിൽ തന്നെ വെച്ച് തുടങ്ങിയ ആ ഒരു ബ്ലെയിം ഗെയിമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവമാണ് ഞങ്ങളെ കൂട്ടിച്ചേർത്തെന്നുള്ള ദൃഢമായ ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് ചേർന്ന് ഞങ്ങളിതിനെ അഭിമുഖീകരിക്കും എന്നുള്ള വലിയൊരു ഉറപ്പ്. അതാണ് ഞങ്ങളെ ഇന്നും നിലനിർത്തുന്ന ഒരു രഹസ്യമെന്ന് പറയുന്നത്. അതാണ്, ദൈവമാണെങ്കിൽ എന്ത് പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള കൃപ ദൈവം തരുമെന്നുള്ള വലിയൊരു ബോധ്യം. അത് ഞാൻ യങ്സ്റ്റേഴ്സിനോട് ഞങ്ങൾ കൗൺസിൽ ചെയ്യുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യം അതാണ്. നിങ്ങളിപ്പം എല്ലാവർക്കും സൗന്ദര്യവും നിങ്ങൾ പുറമേ എല്ലാം ഉണ്ടായിരിക്കാം, അതെന്നും നിലനിൽക്കത്തില്ല, അത് മാറും. അത് മാറുമ്പോഴും നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഊഷ്മളത നിലനിൽക്കണമെങ്കിൽ അത് ദൈവഹിതപ്രകാരവും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരവും ആയെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. മാരേജ് കഴിഞ്ഞ് പിന്നെ എങ്ങനെ പിന്നോടുള്ള ലൈഫ്, അല്ലെങ്കിൽ US വരാൻ ആ ഒരു മുഖാന്തരം, പിന്നെ എങ്ങനെ മിനിസ്ട്രിയിലേക്ക് സ്റ്റെപ്പ് ചെയ്തത്, അതോടൊന്ന് പറയാമോ?
അപ്പോൾ ഞങ്ങൾ വിവാഹം ഞങ്ങളുടെ കഴിഞ്ഞ് 2006 ഡിസംബറിലാണ്. അത് കഴിഞ്ഞ് എനിക്കൊരു 6 months കൂടെ എൻ്റെ കോഴ്സ് ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു. കോഴ്സ് ഫിനിഷ് ചെയ്തു. ഞങ്ങളുടെ കല്യാണം കഴിയുന്ന ആ സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡിന് USA നിന്ന് ഒരു ജോലിയുടെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പം ജോലി സംബന്ധമായിട്ടാണ് ഞങ്ങൾ അമേരിക്കയിലേക്ക് വരുന്നത്. അതിനുശേഷം അജാഷന് US വിസ സ്റ്റാമ്പ് ചെയ്യുകയും പിന്നെ എനിക്കും സ്റ്റാമ്പ് ചെയ്യുകയും അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ പഠിത്തവും കഴിഞ്ഞ് 2007 സെപ്റ്റംബറിലാണ് ഞങ്ങൾ അമേരിക്കയിലെ മിഷിഗൺ എന്ന സ്ഥലത്തേക്ക് അജാഷൻ്റെ ജോലിയോടനുബന്ധിച്ചാണ് അവിടേക്ക് കുടിയേറി പാർക്കുന്നത്. മിനിസ്ട്രിയോടനുബന്ധിച്ച് വന്നത് ഒരു ലോങ് സ്റ്റോറിയാണ്. കാരണം ഈ അനുഭവങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ജീവിതത്തിൽ ഞാൻ ഒന്ന് മാത്രമേ ഞാൻ ക്യാൻസറിൻ്റെ സമയത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്, കർത്താവേ, നിൻ്റെ ഹിതം ഞാൻ ജീവിക്കണമെന്നാണെങ്കിൽ കർത്താവിൻ്റെ വേല ഏത് രീതിയിലും ചെയ്യണം എന്നൊരു സമർപ്പണം ദൈവസന്നിധി കൊടുത്തു. അതല്ല നിൻ്റെ ഹിതം എൻ്റെ ആയുസ് ഇവിടെ തീർന്നെങ്കിൽ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴികളെ എനിക്ക് ഒരുക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് സ്നാനപ്പെടുവാനും ഒക്കെ ഞാൻ തീരുമാനമെടുത്ത് സ്നാനപ്പെട്ടത്. കാരണം സ്നാനമൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു, സഭ വിട്ട് അങ്ങനെ സ്നാനപ്പെടുക എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനൊരു തീരുമാനത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഞാൻ സ്നാനപ്പെട്ടതും ദൈവസന്നിധിയിൽ വേർപാടോടെ വിശുദ്ധിയോടെ ദൈവസന്നിധിയിൽ ദൈവത്തെ സേവിക്കണമെന്ന് തീരുമാനമെടുക്കുന്നതും. അതിനുശേഷം ഞാനിപ്പോഴായിരിക്കുന്ന കൗൺസിലിംഗ് ഫീൽഡിലേക്കും അജാസൻ്റെ കാര്യവും പറയും. കൗൺസിലിംഗ് ഫീൽഡിലേക്ക് വരുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഞാൻ ക്യാൻസറിൽ കൂടെ പോയത്. 2, ഞങ്ങൾക്കൊരു എനിക്ക് ആദ്യം ഒരു കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയത് ട്രിപ്ലെറ്റ്സുമായിട്ടാണ്, 3 കുഞ്ഞുങ്ങളുമായിട്ടാണ് ഗർഭിണിയായത്. എന്നാൽ അവർ ചെയ്ത കുഞ്ഞുങ്ങളെ വയറ്റിനകത്ത് കീപ്പ് ചെയ്യുവാനായിട്ട് അവരൊരു സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ട് വന്നു എൻ്റെ സെർവിക്സിന്. ആ സ്റ്റിച്ചിൽ അവർ ചെയ്ത ആ പ്രൊസീജിയറിൽ വന്ന ഒരു ഇൻഫെക്ഷൻ, ഈക്കോളയുടെ ഇൻഫെക്ഷൻ കൊണ്ട് ഞാൻ സെപ്സിസ് ആകുകയും ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുകയും ചെയ്തു. 5 മാസമായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു. ഞാൻ വെന്റിലേറ്റർ ആകുകയും ചെയ്തു. അത് ഒരനുഭവം. അതപ്പം അത്ഭുതകരമായിട്ടാണ് അതിൽ നിന്ന് ഞാൻ പോലും ജീവനോടെ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞ് ഞാൻ ഇരട്ട കുട്ടികളുമായിട്ട് പ്രഗ്നൻ്റായി. അവർ 3.5 മാസം നേരത്തെ വന്ന പ്രിമച്വർ ബേബീസാണ്. അവരൊരിക്കലും സർവൈവ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്താണ് അവർ സർവൈവ് ചെയ്തു. അപ്പം ഇങ്ങനെ വിവിധതരമായ അനുഭവങ്ങളിൽ കൂടെ പോയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടായി, കർത്താവേ, നിനക്ക് വേണ്ടി ഞാൻ MBA കഴിഞ്ഞു. പക്ഷേ MBA കൊണ്ട് നമുക്കിപ്പോൾ എന്താണ് സുവിശേഷത്തോടനുബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അപ്പം എന്നാൽ ഇന്ന് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകാം എന്നൊക്കെ തീരുമാനിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന AGയിലെ കോളേജുകളിൽ, നമുക്കിവിടെ ICPF ഉള്ളതുപോലെ കോളേജുകളിൽ വർക്ക് ചെയ്യുന്ന കയാൽഫ മിനിസ്ട്രിയോടനുബന്ധിച്ച് ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പം ആ സിസ്റ്റർ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് വന്നപ്പം എന്നോട് ചോദിച്ചു, ശാലിനി, എന്താണ് ഇപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുമല്ലേ, എന്താണ് മിനിസ്റ്റീരിയലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അപ്പം ഞങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഉടൽ തിരിഞ്ഞതാണ് ഈ കൗൺസിലിംഗ് എന്ന ഐഡിയ. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു, എന്തുകൊണ്ട് നീ കൗൺസിലിങ്ങിന് വൈ ഡോണ്ട് യു ട്രൈ കൗൺസിലിംഗ്? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ കൗൺസിലിങ്ങിന് എങ്ങനെ പോകണമെന്നും അങ്ങനെ ഒരു അവയർനെസ്സും ഇല്ല. നമുക്കറിയാവുന്ന ആരും ഈ ഫീൽഡിൽ ഇല്ലതാനും. അപ്പം എങ്ങനെയാണ് പോകുന്നത്? അപ്പം ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എനിക്ക് പേഴ്സണലി അറിയത്തില്ല, പക്ഷേ ഇങ്ങനെ ഒരു പരിചയമുള്ള ഒരാൾ, കൗൺസിലിംഗ് പാസ്സായ ഒരാളുണ്ട്, ഞാൻ പോയി അവരുടെ ബിസിനസ് കാർഡ് എവിടെന്നെങ്കിലും തപ്പിയെടുത്ത് ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി അത് തപ്പിയെടുത്ത് എനിക്ക് വേറൊരു സിസ്റ്റർ ഇതുപോലെ കൗൺസിലിംഗ് മൂടി തിയോളജിക്കൽ സെമിനാരിയിൽ പഠിച്ച ഒരു സിസ്റ്ററിൻ്റെ നമ്പർ തന്ന്, അവർ മുഖാന്തരമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുവാനായിട്ടും ഇതിലേക്കുള്ളൊരു ദൈവത്തിൻ്റെ ഒരു വഴിയാണത്. കാരണം നമുക്ക് ഒരു പരിചയവുമില്ലാത്ത ആളുകൾ നമ്മളെ ഗൈഡ് ചെയ്ത് ലീഡ് ചെയ്ത് അതിലേക്ക് വിട്ടത് ദൈവത്തിൻ്റെ ഒരു വലിയ പ്രൊഫഷനാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മിനിസ്ട്രിയിലേക്ക് വരാനായിട്ടിടയായി. ഞങ്ങൾക്ക് ഇവിടെ എക്സൽ മിനിസ്ട്രിയിൽ കടന്നു വന്ന നിങ്ങളോട് ഒരുമിച്ച് അല്പനേരം സ്പെൻഡ് ചെയ്യുവാൻ ദൈവം തന്ന സമയത്തിനെ ഓർത്ത്
കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ എക്സൽ മിനിസ്ട്രിയും കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനമാണല്ലോ, അത് കൂടുതൽ വർദ്ധിച്ചു വരട്ടെ. അനേക സ്ഥലങ്ങളിൽ ഉള്ള കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ, ആ കൊച്ചു മനസ്സിൽ യേശുവിനെ നൽകിക്കൊണ്ട് ആ ഹൃദയത്തിൽ ആ അടിസ്ഥാനം കൊടുത്തു വളരുമ്പോൾ, അവർ വലുതായി വരുമ്പോൾ അതൊരിക്കലും മറക്കത്തില്ല. അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകും. ഈ മിനിസ്ട്രിയെ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയെല്ലാം, എല്ലാ മേഖലകളിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ, എസ്പെഷ്യലി ദൈവേർഡ് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഈ US കുഞ്ഞുങ്ങൾക്കത് പഠിക്കാനും, അനേക കുഞ്ഞുങ്ങൾ ഞങ്ങളത് അവിടെ അനിൽസാറുമായിട്ട് ആരംഭിച്ചപ്പോൾ അത് ഞങ്ങൾ എങ്ങനെ നടക്കുമെന്ന് ചിന്തിച്ചു. പക്ഷേ അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങൾ പല സാക്ഷ്യങ്ങളും അവിടെ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ ഇത് പഠിച്ചതിൽ കൂടെ അവരുടെ സംസാരശേഷി വർദ്ധിച്ചു എന്ന് ഉള്ളത് കേൾക്കുവാനിടയായി തീർന്നു. ഓർമ്മ അല്ലെങ്കിൽ കാണാതെ പഠിക്കാനുള്ള കുറവുകൾ മാറി, അങ്ങനെയുള്ള പല അനുഭവങ്ങൾ അവിടെ കേൾക്കുവാനിടയായി. അങ്ങനെ പല മേഖലകളിൽ കൂടെ VBS അങ്ങനെയുള്ള മേഖലയിൽ കൂടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.